ആൺവേട്ടക്കാരു സ്ത്രീകളുടെ അന്ത്യം റബ്ബർ തോട്ടത്തിൽ. കുറച്ചു നാൾ മുമ്പ് വരെ കാമുകിമാർ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ടായിരുന്നു അവരുടെ രതിക്രിയകൾ. ഈ തിരുവനന്തപുരത്തിന് 3 വർഷം മുമ്പ് പാൽക്കുളങ്ങരെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നൊരു പയ്യനുണ്ടായിരുന്നു ഒരു വീട്ടിൽ. അപ്പോൾ പെണ്ണിൻ്റെ അപ്പന് മനസ്സിലായിട്ട് അയാൾ ഒരു ദിവസം രാത്രി തയ്യാറായിട്ട് വന്നു. ഇവൻ വന്ന് രാത്രി ഒരു 1:30 ആയപ്പം മകളുടെ മുറി കയറി, ഇയാൾ കയറി മുട്ടി വിളിച്ച് കയറി അകത്ത് കയറി ഇവനെ അങ്ങ് കുത്തിക്കൊന്നു. അത് കഴിഞ്ഞപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡ് പെൺകുട്ടികൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അത് രാത്രി സമയത്ത് വിളിച്ചാൽ പുഷ്പം പോലെ, അതാ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടുന്ന പുരുഷന്മാർ വിളിച്ചാൽ പോലും ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളുള്ള കാലമായി ഇത്. ഇപ്പം ഈ കുട്ടി ഈ സ്ത്രീകളെ നമ്മളല്ല, ഇപ്പം അവർ ട്രയൽ റൺസൊക്കെ എടുത്തിട്ട് പുരുഷന്മാരെ ഓരോന്നിനെ വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ 19 വയസ്സായപ്പോഴത്തേനും പുള്ളിക്കാർ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂരത്തെ ജീവിതം, ബോംബെയിലെ ജീവിതം, ഡൽഹിയിലെന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മുടെ നാട്ടുമ്പുറക്കാർക്ക് കേരളക്കാർക്ക് മനസ്സിലാകത്തില്ല. അത് അവിടെ പോയിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. അവിടെ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി കുട്ടികളൊക്കെ പലരും പുറത്തുനിന്ന് ചെല്ലുന്നവരൊക്കെ ലിവ് ഇൻ പാർട്ട്നേഴ്സായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ പണത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം കോൾ ഗേൾസായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാസ് ഓർഗീസ് നടത്താറുണ്ട് ഇവരൊക്കെ, കൂട്ടം കൂടിയിട്ടുള്ള സെക്സും. അപ്പോൾ ഇതൊക്കെ കണ്ട് വളർന്നിട്ട് 19 വയസ്സായപ്പോഴത്തേനും പുള്ളിക്കാർ ട്രെയിൻഡായി. അപ്പോൾ അവിടെ വേറെ പുതിയ പരിചയക്കാരൊക്കെ കിട്ടിയപ്പോൾ ഈ ഇലക്ട്രീഷ്യനെ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഇലക്ട്രീഷ്യന് നമ്മുടെ പാഷാണം ഗ്രേഷ്മയുടെ കാര്യം പറഞ്ഞു കണക്ക് ഇവനെ ഒഴിവാക്കണം. അപ്പോൾ ഇവള് കൊലപാതകത്തിലോട്ട് വിഷം കൊടുക്കുന്നതിലോട്ട് പോയില്ല, അതിന് പകരം അവനോട് കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഇവളെ കൊണ്ടുപോയി ചതിച്ച് രാത്രിക്ക് ശരിയാക്കി. ഇതൊക്കെ പെൺകുട്ടികൾക്ക് ഒരു പാഠമായിരിക്കേണ്ടതാണ്. പിന്നെ സ്ത്രീകളുടെ സ്വഭാവം, നമ്മുടെ റിയാൻ മേരിയെ പോലെയും സരിത നായരെ പോലെയും ഉള്ളവരാണ് കുറേ ശതമാനം സ്ത്രീകൾ. അപ്പോൾ ഇവരെയൊന്നും വെച്ച് പൊറിപ്പിക്കാനേ ചില പുരുഷന്മാർക്ക് പറ്റത്തില്ല. അപ്പോൾ കാമുകനെ പീഡന കേസിൽ പെടുത്തുന്നതിന് മുമ്പേ തന്നെ അവൻ ആ പരാതി ഒഴിവാക്കി കൺവീനിയൻ്റായിട്ട്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളി വാർത്ത ഹിഡൻ. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.